നിങ്ങളെല്ലാവരും മുന്തിരിത്തോട്ടം കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് കുമളിയിലാണ് കേട്ടോ. കേരള തമിഴ്നാട് അതിർത്തിയായ കുമളിയിൽ നിന്നും തമിഴ്നാട്ടിലെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി നേരെ കമ്പത്തേക്ക് പോവാണ് കേട്ടോ, മുന്തിരിത്തോട്ടങ്ങൾ കാണാൻ. അപ്പോൾ എങ്ങനെയാ, നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് മുന്തിരിത്തോട്ടം അങ്ങോട്ട് കാണാൻ പോയാലോ? കുമളിയിൽ നിന്നും തമിഴ്നാട്ടിൽ തന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി ലോവർ ക്യാമ്പ്, കൂടല്ലൂർ എന്നിവിടം എല്ലാം കഴിഞ്ഞാണ് നമ്മൾ കമ്പം എത്തുന്നതിന് 4 കിലോമീറ്റർ ബാക്കിലുള്ള മുന്തിരിപ്പാടത്തിൻ്റെ അടുത്ത് എത്തിച്ചേരുക കേട്ടോ. ശരിക്കും ഇവിടുന്ന് ഒരു ആനവണ്ടിയിൽ കയറി കമ്പത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ അടിപൊളിയാണെന്ന്. തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ് കയറി യാത്ര ചെയ്യുന്നതിൻ്റെ സുഖവും ഫീലും അതെല്ലാം ഒന്ന് വേറെ തന്നെയാണ്. അതെന്താണെന്ന് നേരിട്ടൊന്ന് അനുഭവിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടുത്തെ തന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി നേരെ കമ്പത്തേക്ക് പോകുന്നത്. അപ്പോൾ എങ്ങനെയാ, നമുക്കെല്ലാവർക്കും കൂടി അങ്ങ് നേരെ പോകട്ടോ. കുമളിയിൽ നിന്ന് ടോട്ടൽ 23 കിലോമീറ്റർ അടുത്ത് ദൂരമാണ് കേട്ടോ കമ്പത്തേക്കുള്ളത്. പക്ഷെ നമുക്ക് അത്രയും ദൂരമൊന്നും പോകണ്ട. കമ്പം എത്തുന്നതിന് ഒരു 4 കിലോമീറ്റർ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ പോകാനുള്ള മുന്തിരിപ്പാടങ്ങളൊക്കെ ഉള്ളതേ. എന്തായിരിക്കുമല്ലേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉള്ള കാഴ്ചകളുടെ കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. മേഘമല വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള കൊടും കാടിനുള്ളതോടെയാണ് കേട്ടോ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാനുകളെയും കുരങ്ങുകളെയും ഒക്കെ നമ്മുടെ ഈ യാത്രയിൽ കാണുവാൻ പറ്റും. ബസ് യാത്രയുടെ ഫീലും സുഖവും അതൊന്ന് വേറെ തന്നെയാണ്. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ബസ്സിൽ തന്നെ യാത്ര ചെയ്ത് നോക്കണം. നമ്മളിപ്പോൾ സ്വകാര്യ വണ്ടി അതിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് തീരെ കുനിഞ്ഞിരുന്നൊക്കെ അല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അതേസമയം ഒരു ബസ്സിലാണ് നമുക്ക് ഏറ്റവും ഹൈറ്റിൽ പൊങ്ങിയിരുന്നിട്ട് റോഡിലെ കാഴ്ചകളെല്ലാം നല്ല അതിമനോഹരമായിട്ട് പരിസരം മറന്ന് നന്നായിട്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ബസ്സിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം തന്നെ ഞാൻ പുറത്ത് കാട്ടിലോട്ടും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വല്ല പുലിയോ ആനയോ മറ്റോ ഒളിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ കാണാലോ. കിലോമീറ്ററുകളോളം ചുരം ഇറങ്ങിയുള്ള യാത്രയാണ് കേട്ടോ കമ്പത്തേക്ക്. പോകുന്ന വഴിക്ക് റോഡിന്റെ ഇരുവശവും കൊടും കാടാണ് കേട്ടോ. ഞാൻ തന്നെ പിന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് നോക്കിയിരുന്നു. 20 രൂപയാണ് കേട്ടോ നമുക്ക് കുമളിയിൽ നിന്ന് കമ്പത്തേക്കുള്ള ബസ് ടിക്കറ്റ് ചാർജ് ആയിട്ട് വന്നത്. എത്ര പൊളിയല്ലേ ടിക്കറ്റിന്റെ കളറൊക്കെ കാണാൻ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ ടിക്കറ്റൊക്കെ കാണാനുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. എവിടെയെങ്കിലും ഇതുപോലത്തെ കളർ ടിക്കറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ പൊന്നെ, എത്ര പൊളി കാഴ്ചയല്ലേ. ആ മലയിലൊക്കെ ഒന്ന് നോക്കിക്കേ. ഇതൊക്കെ കാണുവാൻ പറ്റുക എന്ന് പറയുന്നതും എന്തൊരു ഭാഗ്യമല്ലേ. നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ജീവിതത്തിൽ എത്ര കാലം വരെ ജീവിച്ചിരിക്കുമെന്ന്. ഇതൊക്കെ നേരി കാണാൻ പറ്റുന്നതും ഒരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ് കേട്ടോ. ജീവിതത്തിൽ ഇതുവരെയും മുന്തിരിത്തോട്ടങ്ങൾ നേരി കാണാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു വല്ലാത്ത ഫീലിലും എക്സൈറ്റ്മെൻറ്റിലുമാണ്. ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മുന്തിരിത്തോട്ടങ്ങൾ നേരി പോയി കാണണമെന്നുള്ളത്. എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഈ തവണ ഓർത്തു, ഇനി എന്തു വന്നാലും വേണ്ടില്ല, എത്ര പൈസ ചിലവായാലും വേണ്ടില്ല, മുന്തിരിത്തോട്ടങ്ങൾ നേരി കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ ഒരു ഉറച്ച മനസ്സോട് കൂടി നമ്മൾ ഇറങ്ങിത്തിരിച്ചാലേ നമുക്ക് എന്ത് കാര്യവും ജീവിതത്തിൽ സ്വായത്തമാക്കി എടുക്കുവാൻ പറ്റത്തുള്ളൂ. കുമളിക്കാരായിട്ടുള്ളവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്താ അല്ലേ. അവർക്കൊക്കെ എപ്പോൾ വേണേലും വളരെ
പെട്ടെന്ന് തന്നെ ഒരു ബസ്സിൽ ചാടി കയറി നേരെ കമ്പത്തോട്ട് പോയിട്ട് മുന്തിരിപ്പാടങ്ങളും കാണാൻ, അവിടെ നിന്ന് ധാരാളം മുന്തിരികൾ നേരിട്ട് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഇരുന്ന് കഴിക്കുവാനും സാധിക്കുമല്ലോ. എന്തൊരു ഭാഗ്യമല്ലേ. ബസ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കും തോറും എൻ്റെ ഉള്ളിലെ ആകാംക്ഷയും ഫീലും എല്ലാം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനൊന്നും പറ്റുന്നില്ല. തമിഴ്നാട് സർക്കാർ നേരിട്ട് നടത്തുന്ന ബസ്സിലാണെങ്കിൽ കുമളിയിൽ നിന്നും കമ്പത്തേക്ക് വെറും 15 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതിപ്പോൾ തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ്സിലായാലും നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ KSRTC ബസ്സിലാണെങ്കിലും 20 രൂപ നമ്മൾ കൊടുക്കണം. അതേസമയം തമിഴ്നാട് സർക്കാരിൻ്റെ പിങ്ക് കളറിലുള്ള ബസ്സിൽ കയറി നിങ്ങൾ നേരെ കമ്പത്തേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട കേട്ടോ. സ്ത്രീകൾക്ക് ഫ്രീ ആണ് ടിക്കറ്റ് ചാർജ്. അതും പിങ്ക് കളറുള്ള ബസ്സിൽ തന്നെ നോക്കി നിങ്ങൾ കയറണം. എന്താല്ലേ പ്രകൃതി ഭംഗി. ഇങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്വകാര്യ വാഹനങ്ങളിലൊക്കെയാണ് വരുന്നതെങ്കിൽ വളരെ വേഗത കുറച്ച് വേണം കേട്ടോ പോകാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ നിന്നും എപ്പോഴും വണ്ടികൾ ഇങ്ങനെ നമ്മുടെ നേരെ എതിരെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബ്രേക്കൊക്കെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കിട്ടിയെന്നൊന്നും വരത്തില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വേണം വണ്ടിയൊക്കെ ഓടിച്ചു പോകുവാൻ. അങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ബസ് നേരെ താഴെ നിരപ്പായ ഒരു സ്ഥലത്തെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് ഫുള്ള് നേരെ അങ്ങോട്ട് നിരപ്പായ റോഡുകളാണ്. എത്ര പൊളിയല്ലേ. റോഡിന്റെ ഇരുവശത്തുമുള്ള കാഴ്ചകളൊക്കെ നോക്കിയേ, എന്തുമാത്രം നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണെന്ന് നോക്കിയേ. ധാരാളം തെങ്ങുകളും മാവുകളും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലെക്കാട്ടിലും കൂടുതൽ തെങ്ങുകൾ ഇപ്പൊ തമിഴ്നാട്ടിലാണെന്ന്. നോക്കിക്കേ, കണ്ണത്താ ദൂരത്തോളം പരന്ന് നീണ്ടു നിവർന്ന് നമ്മുടെ തെങ്ങിൻ തോട്ടങ്ങളും എല്ലാം കാണുന്നു. തെങ്ങിൻ തോട്ടങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ കണ്ടോ അങ്ങ് നേരെ അകലെ മലഞ്ചെരുവുകൾ. മല ഇങ്ങനെ നമ്മൾ നോക്കിയാൽ അങ്ങ് പരന്ന് നീളത്തിൽ കിടക്കുകയാണ് കേട്ടോ. നമുക്ക് പറയാൻ പറ്റത്തില്ല, കണ്ണത്താ ദൂരത്തോളം നീണ്ടങ്ങ് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാറാറ്റിൽ നിന്നുമുള്ള ജലം ഉപയോഗിച്ചാണ് കേട്ടോ ഇവിടെ ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്. ജലത്തിനെ മാതാവായിട്ടാണ് തമിഴ്നാട്ടിലുള്ളവരെല്ലാം കണക്കാക്കുന്നത്. വെള്ളമില്ലെങ്കിൽ ഒന്നുമില്ല. വെള്ളം കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവരെല്ലാം നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ട് ധാരാളം കഠിന വർക്കൊക്കെ ചെയ്താണ് കേട്ടോ കൃഷിയെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നത്. അതിൻ്റെതായ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് എല്ലാം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവരൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കണം. അങ്ങനെ നമ്മുടെ വണ്ടി ഓടി തമിഴ്നാട്ടിലെ കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇനി ഇവിടെ നിന്നുമുള്ള ആളുകളെയും കൂടി കയറ്റിക്കൊണ്ടാണ് നമ്മുടെ ബസ് നേരെ കമ്പത്തേക്ക് പോകുന്നത് കേട്ടോ. കുമളിയിൽ നിന്ന് നമുക്ക് മുന്തിരിപ്പാടത്തേക്ക് ബസ്സിൽ കൂടി വന്ന 40 മിനിറ്റ് താഴെ സമയം ഇരുന്നാൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അടിപൊളി മാനെ, എന്താ പുറത്തെ കാഴ്ചകള്. ഈ കാഴ്ചകളുടെ ഭംഗിയൊക്കെ എന്താ അല്ലേ. അങ്ങനെ ഒടുവിൽ നമുക്ക് ബസ് ഇറങ്ങേണ്ട സ്ഥലമെത്തിയപ്പോൾ കണ്ടക്ടറേറ്റർ എന്നോട് പറഞ്ഞു കേട്ടോ. എന്നെ ഇറക്കിയതിന് ശേഷം കണ്ടോ നമ്മുടെ ബസ് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജെനീസ് മുന്തിരിത്തോട്ടം. പ്രധാനമായും 2 മുന്തിരിത്തോട്ടമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ആദ്യം ജെനീസ് മുന്തിരിത്തോട്ടത്തിലോട്ട് കയറുകയാണ് കേട്ടോ. അടിപൊളി. ഇവിടെ കുറെ ആളുകളുണ്ടല്ലോ. ഏതോ സ്കൂളിൽ നിന്നും വിനോദയാത്രയുടെ ഭാഗമായിട്ട് വന്ന കുട്ടികളാണെന്ന് തോന്നുന്നു. എല്ലാവരും നന്നായിട്ട് ഇന്ന് എൻജോയ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. നല്ല കിടുക്കാച്ചി മുന്തിരിക്കൊലകളാണല്ലോ ഈ തൂങ്ങിക്കിടക്കുന്നത്. കണ്ടിട്ട് കൊതിയാവുന്നു, കടിച്ചു തിന്നാൻ തോന്നുന്നു കേട്ടോ. ഏകദേശം 3/4 കിലോയുടെയും അടുത്ത് വരുമെന്ന് തോന്നുന്നു ഒരു മുന്തിരിക്കൊല. കിടക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ, ശരിയല്ലേ. ഇവിടെ വന്നിട്ട് മുന്തിരിങ്ങ പറിച്ച് കഴിക്കാമെന്നൊന്നും ആരും കരുതണ്ട കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഇതൊക്കെ നോക്കുവാനായിട്ട് ധാരാളം ജീവനക്കാരെ ഇവർ നിയമിച്ചിട്ടുണ്ട്. മുന്തിരി പറിച്ചാൽ 500 രൂപ ഫൈനാണ്. അത് മസ്റ്റായിട്ട് അടച്ചേ തീരത്തുള്ളൂ കേട്ടോ. നമ്മൾ മുന്തിരിങ്ങയിലോട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം അത് ചെറുതായിട്ടൊരു പൊടി വെളുത്തിരിക്കുന്നത്. അത് മുന്തിരിയുടെ പുറന്തൊലി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അവർ ചുണ്ണാമ്പ് വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ. അതിനാൽ ഇതൊന്നും ആരും കഴുകാതെ ഒന്നും ഒരിക്കലും ഉപയോഗിച്ചേക്കാം.
നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ പറയും മുന്തിരിയുടെ പുറത്ത് വിഷം അടിക്കുന്നെന്ന്. എന്നാൽ ഇവിടെയുള്ളവർ പറയും അത് വിഷമല്ല, അവർ മരുന്നടിക്കുന്നതെന്ന്. മരുന്നൊന്നും അടിക്കാതെ ഒരു സാധനം ഉണ്ടാകത്തില്ല. അതിനാൽ തന്നെ ചുമ്മാ എടുത്ത് മുന്തിരിങ്ങ ഒന്നും ആരും ഒരിക്കലും കഴിച്ചേക്കില്ല കേട്ടോ. നന്നായിട്ട് വൃത്തിയായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ മുന്തിരിങ്ങ കഴിക്കാവുള്ളൂ കേട്ടോ. കൂടുതലും മലയാളികളായിട്ടുള്ളവരാണ് കേട്ടോ ഇവിടെ കാഴ്ചക്കാരായിട്ട് വന്നേക്കുന്നത്. മലയാളികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത്, നമ്മുടെ അരിക്കൊമ്പൻ ഇറങ്ങിയ നാടാണ് കേട്ടോ കമ്പം. അവൻ വന്ന് മുന്തിരിയുടെ ഒന്നും രുചി പിടിക്കാത്തത് ഭാഗ്യം. ഏത് സീസണിലും ഏത് കാലാവസ്ഥയിലും ഇവിടെ വന്ന് നമുക്ക് മുന്തിരിയുടെ ഭംഗിയെ നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് അവയുടെ കൂടെ നിന്ന് ധാരാളം ഫോട്ടോസും വീഡിയോസും എല്ലാം ചിത്രീകരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിൽ പോകുവാൻ സാധിക്കും കേട്ടോ. ഇവിടെ കയറുന്നതിന് ഫീസ് ഒന്നുമില്ല, തികച്ചും ഫ്രീ ആണ് കേട്ടോ. നോക്കിയേ, കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുകയാണ് കേട്ടോ ഈ മുന്തിരിപ്പാടം. കണ്ടോ അതിലൊക്കെ പാകമായിട്ട് വരുന്ന മുന്തിരിക്കായകളാണ് കേട്ടോ. അതെല്ലാം കുഞ്ഞി പച്ച കുഞ്ഞിക്കായകളാണ്. ക്രിസ്മസിന് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന ഒരു കുഞ്ഞുണ്ടക്കായില്ല എന്ന് പറയുന്ന കണക്കിനാണ് കേട്ടോ ഓരോ മുന്തിരിങ്ങയും തൂങ്ങി തൂങ്ങി കിടക്കുന്നത്. എനിക്ക് കണ്ടിട്ട് കൊതിയാവാണ്. നോക്കിക്കേ, എന്തൊരു ഭംഗിയല്ലേ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ ദിലീപേട്ടന്റെ സിനിമയിലെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മുന്തിരിപ്പാടം പൂത്തു നിൽക്കണ മുത്തിനെ കൊണ്ടോകാം. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള ധാരാളം വിശ്രമ സ്ഥലങ്ങളും ടോയ്ലറ്റ് സൗകര്യവും ഹോട്ടലും കളിസ്ഥലങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എത്ര പൊളിയാണെന്നോ ഈ സ്ഥലം. കരുനാഗൻ മുത്തൻപട്ടി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര്. നമ്മൾ സ്ഥലപ്പേരൊന്നും ഓർത്ത് വെക്കണ്ട. ബസ്സിൽ കയറിയിട്ട് ബസ് ഡ്രൈവറോടോ ബസ് കണ്ടക്ടറോടോ പറഞ്ഞാൽ മതി, നമ്മളെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരും. ഇനിയിപ്പം നമ്മൾ പോകുന്ന ജെനീസ് മുന്തിരിത്തോട്ടത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന MSR മുന്തിരിത്തോട്ടത്തിലോട്ടാണ് കേട്ടോ. മുന്തിരിക്കായകൾ നന്നായിട്ട് പരിപാലിക്കുന്ന കൃഷിക്കാരെയാണ് കേട്ടോ നമ്മളിപ്പോൾ അവിടെയാ കാണുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് കേട്ടോ മുന്തിരിക്ക് കൊടുക്കുന്നത്. ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് മുതലായവയൊക്കെയാണ് ഇവയ്ക്ക് കൊടുക്കുന്ന വളങ്ങൾ. നമ്മുടെ നാട്ടിൽ നട്ടാലും മുന്തിരിങ്ങയൊക്കെ ഉണ്ടാകും, പക്ഷെ നല്ല വെയിൽ വേണമെന്ന് മാത്രം. മുന്തിരിയിൽ മാരകമായ വിഷം തളിക്കാറുണ്ടോ? ആ പ്രചാരണം ശരിയാണോ? നമ്മുടെ നാട്ടിൽ വരുന്ന മുന്തിരിയിൽ കാണുന്ന വെളുത്ത പൊടി മാരകമായ വിഷം അടിക്കുന്നതാണെന്നുള്ള പ്രചാരണം ശരിയൊന്നുമല്ല കേട്ടോ. മുന്തിരിക്കായകളുടെ പുറംതൊലി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ചുണ്ണാമ്പ് നീറ്റിയ വെള്ളം സ്പ്രേ ചെയ്തുണ്ടാകുന്ന ഒരു പൊടിയാണ് കേട്ടോ അത്. പിന്നെ മുന്തിരി പറിച്ച പിഴ ഈടാക്കുമെന്ന് പറയുന്നത്, മറ്റുള്ള നാടുകളിൽ നിന്ന് സന്ദർശകരായിട്ട് വരുന്നവർ മുന്തിരിക്കൊലകൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന കണ്ടുകൊണ്ട് ഓരോരോ കൈക്രിയകളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള കർഷകർക്കൊക്കെ ധാരാളം നഷ്ടങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവർക്ക് വരുന്ന ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടിയാണ് ഇവരിവിടെ 500 രൂപ ഫൈനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതിനാൽ എല്ലാവരും വരുന്നവർ സഹകരിച്ച് നന്നായിട്ട് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പോവുക. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് മുന്തിരികളുടെ കൂടെ നിന്ന് ധാരാളം ഫോട്ടോസും വീഡിയോസും എല്ലാം ചിത്രീകരിക്കാൻ സാധിക്കും കേട്ടോ. മുന്തിരിങ്ങ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. തോട്ടത്തിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ കേട്ടോ നമ്മൾ പ്രവേശിപ്പിക്കൂ, അത് തന്നെ ധാരാളമാണ്. തോട്ടം ഫുൾ കറങ്ങി കാണാമെന്ന് വിചാരിച്ചാൽ തന്നെ ഇന്നൊന്നും തീരത്തില്ല. ഇത് നല്ല ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചതിന് ശേഷം ഞാൻ നേരെ പുറത്തിറങ്ങി കേട്ടോ. നല്ല ചൂടത്താണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത്. ദാഹിക്കുന്നവർക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് മുന്തിരി ജ്യൂസും വൈനും എല്ലാം വാങ്ങി കുടിക്കുന്നതിനോടൊപ്പം തന്നെ മുന്തിരി തൈകളും വാങ്ങി എല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടുന്ന് തിരിച്ചു പോക്കൊരല്പം കഷ്ടമാണ് കേട്ടോ. തമിഴ്നാട് സർക്കാരിൻ്റെ കുറേ ബസ്സുകൾ വന്നു. ഞാൻ അതിനെല്ലാം കൈ കാണിച്ചു നോക്കി, ഒറ്റ ഒരെണ്ണം നിർത്തിയില്ല. അവസാനം ഞാൻ കടയിൽ ചെന്നൊരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ തമിഴ്നാട് സർക്കാരിൻ്റെ പിങ്ക് കളറിലുള്ള ബസ് മാത്രമേ നിർത്തുള്ളൂന്ന്. അടിപൊളി, എന്താ ട്രാക്ടറിൻ്റെ വരവ്. ഈശ്വര, ട്രാക്ടറെ കയറാൻ എനിക്ക് കൊതിയാവുന്നു. കൈ കാണിച്ച് നോക്കിയാലോ? അല്ലേ വേണ്ട, ഇനി നിർത്തിയില്ലെങ്കിൽ നാണക്കേടാവും. ഈശ്വര, ഒറ്റ ബസ് പോലും വരുന്നില്ല. ഞാനാണ് കറുത്ത് കരിക്കട്ട പോലെയായി വെയിലൊക്കെ കൊണ്ടിട്ട്. അങ്ങനെ കുറേ നേരം കാത്തു നിന്നതിന് ശേഷം നമ്മുടെ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു പിങ്ക് കളറുള്ള ബസ് തന്നെ എനിക്ക് അവിടെ നിർത്തി തന്നു. അങ്ങനെ ആ ബസ്സിൽ കയറി നേരെ 15 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് ഞാൻ നേരെ കുമളിക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്.
ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകൾ ഈ ഭൂമുഖത്തുണ്ട്. അത്തരം കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ വീണ്ടും മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും മറ്റൊരു യാത്രയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ പൊക്കോട്ടെ, പിന്നെ ഒരിക്കൽ കാണാം കേട്ടോ.